എഗെയിൻ കാശിനാഥൻ. സുഹൃത്തുക്കളെ, ലെജൻഡ് കമ്മ്യൂണിക്കേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അതാണ് നമ്മുടെ VD സതീശണ്ണൻ. ഒന്ന് കണ്ടോക്കി നോക്ക്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റും ഏത് രീതിയിലാണ് കമൻറ്റ്. ഇനിയിപ്പോൾ പാർട്ടിക്കാരായാലും വേണ്ടില്ല, എന്ത് ഇതായാലും വേണ്ടില്ല, കാര്യം അച്ചട്ടായിട്ട് പറയുന്നുണ്ടോ, പിണങ്ങാറായി ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് മാത്രം നിങ്ങൾ അന്വേഷിച്ചാൽ മതി. ബാക്കി നിങ്ങളുടെ കയ്യിലാണ്. ഇതൊന്ന് കണ്ടോക്കി നോക്ക്. ഇതേമാതിരി വ്യക്തവും ശക്തവുമായിട്ട് പറഞ്ഞു തരുന്ന ഒരാൾ വേറെ എവിടുന്ന് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക്? കഴിഞ്ഞ ദിവസത്തെ 18-ാം തീയതിയിലത്തെ അല്ല കഴിഞ്ഞ ദിവസത്തെ അതന്നെ തോന്നു. മനസ്സിലായോ? ആ ഡേറ്റ് അടക്കം അതിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ലെവലൊന്നും നിങ്ങൾ കണ്ടോക്കിട്ടോ, അതിൻ്റെ പ്രസ്താവന എത്രമാത്രം ഉണ്ടെന്നുള്ളത്. ഒരുപാട് കാര്യങ്ങൾ സർക്കാർ ഇപ്പോൾ തീരുമാനം എടുത്തിട്ടുണ്ട്. ഞാൻ ഇതുവരെ എടുത്ത തീരുമാനവും അനുവദിച്ച പണവും ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ, അതായത് 25-ാം തീയതി മുതൽ കൊടുത്താൽ മതി ഈ മാസം യഥാർത്ഥത്തിൽ. പക്ഷേ അത് 19-ാം തീയതി മുതൽ വിതരണം നടത്തുകയാണ്. സാമൂഹ്യക്ഷേമ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യുകയാണ്. അതിനായിട്ടുള്ള 1105 കോടി രൂപ അനുവദിച്ചു. ഓണം ആയതുകൊണ്ടാണ് അടുത്ത മാസത്തേക്ക് കിട്ടേണ്ട പെൻഷൻ 19-ാം തീയതി തൊട്ട് കൊടുത്തു തുടങ്ങുന്നത്. പെൻഷൻ ഒരു മാസവും മുടങ്ങാതെ കൊടുക്കണമെന്നുള്ള UDF സർക്കാരിൻ്റെ നയത്തിൻ്റെ ഭാഗം കൂടിയാണിത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 59,472 ഗുണഭോക്താക്കൾക്കായിട്ട് സംസ്ഥാന വിഹിതമായി 951 കോടി 40 ലക്ഷം അനുവദിച്ചു. ഗുണഭോക്താക്കൾ 59,472. സ്റ്റേറ്റ് ഷെയറാണ് 951 കോടി 40 ലക്ഷം അനുവദിച്ചത്. ക്ഷേമനിധി ബോർഡുകളുടെ പെൻഷൻ, സർക്കാരിൻ്റെ ധനസഹായത്തോടുകൂടി പെൻഷൻ നൽകുന്ന 16 ബോർഡുകളിലെ 6.59 ലക്ഷം ഗുണഭോക്താക്കൾക്കായി 130 കോടി 32 ലക്ഷം അനുവദിച്ചു.